ഹലോ, ഗീതാ സ്പെഷ്യൽസിലേക്ക് സ്വാഗതം. അപ്പം ഇന്നതാ ശശികലേച്ചിൻ്റെ വീട്ടിലെ കുറച്ച് ചെടി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അതാ ശശികലേച്ചിക്ക് രാവിലെ തന്നെ ഒരു പണിയുണ്ട് കേട്ടോ. ഇവിടെ ഒരു പേരമരം ഉണ്ട്. അപ്പം നമ്മൾ കാണാത്ത പേരയ്ക്കൊക്കെ വവ്വാലും കിളികളൊക്കെ വന്ന് മിക്കവാറും ശശികലേച്ചിക്ക് പണി ഉണ്ടാക്കും. അപ്പോൾ ഇന്നിതാ നമ്മളെ കുറച്ച് സുന്ദരികൾ ഇന്ന് ഇവിടുന്ന് പോകാനുണ്ട്. ബുഷിപ്പോട്ടായ സുന്ദരികളാണ് പോകാനുള്ളത്. അപ്പം നമ്മളതാ സ്നോ വൈറ്റും പിന്നെ ബോക്സറും ഒക്കെയാണ് പോകാനുള്ളത്. 3 സ്നോ വൈറ്റും ഒരു ബോക്സറാണ്. അതിൽ ഒരു സ്നോ വൈറ്റും ഒരു ബോക്സറും നമ്മളെ മെനിയാന്നൊരു വീഡിയോ ഇട്ടില്ലേ, അതിലത്തെ അവർക്ക് തന്നെയാണ് കേട്ടോ. ബുഷിപ്പോട്ടൊരു നല്ല ബുഷിപ്പോട്ട് കൊടുത്തില്ലേ, അവരുടെ വീട്ടിലേക്കാണ് വീണ്ടും പോകുന്നത്. ഇതാ ഈ ഒരു സ്നോ വൈറ്റും ഈ സ്നോ വൈറ്റ് ഇതാ വെയിറ്റ് കാരണം എടുക്കാൻ വയ്യ, അത് ഉരുട്ടി കൊണ്ടുപോകാനേ പറ്റുള്ളൂ. കാരണം ചട്ടിയും വലിയ ചട്ടിയാണ്, അത് പുതിയ റിപ്പോർട്ടൊക്കെ ചെയ്തുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ അതാ രണ്ടാമത്തെ ഒരു ബുഷിപ്പോട്ട് ഇത്. പിന്നെ മൂന്ന് സ്നോ വൈറ്റും ഒരു ബോക്സറാണ് കൊണ്ടുപോകാനുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ 4 ചെടികളും കൊണ്ടുപോകാനുണ്ട്. ബാക്കി കുറച്ച് ചെടികളൂടെ ഉണ്ട്, അത് നാളെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലത്തെ 4 പേരാണ് ഇന്ന് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇതാ ചിലരൊക്കെ പറയും, എല്ലാവരും ഒന്നുമില്ല കേട്ടോ, കുറേ പേർക്കൊക്കെ എന്താണെന്നറിയാം ആ ചെടി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇത് ഇവിടെ കട്ട് ചെയ്യുന്നതല്ല, ചിലർ പറഞ്ഞു എന്ന് പറഞ്ഞ് ചെടി നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് മുറിച്ചെടുത്തുനിന്ന്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് മുറിച്ചെടുക്കുന്നതല്ല, ഇത് നമ്മൾ പുതിയ ചെടി വരാൻ വേണ്ടിയിട്ട് എന്താ എല്ലാവരും ചെയ്യുക. അപ്പം ഒരേ നിൽക്കലാണെങ്കിൽ ചെടീനെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് പുതിയ ചെടികൾ ഉണ്ടാവുന്നത്. കാരണം ചില ചെടിയിൽ നിന്നൊന്നും പുതിയ ഷൂട്ടുകൾ വരില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് പുതിയ ഷൂട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പല വീടുകളിൽ നിന്ന് വരുന്ന ചെടികളാണ്. അപ്പോൾ ഇതാ ഇതിനെയൊക്കെ കണ്ടാൽ മനസ്സിലാവും, ഇതിൻ്റെയൊക്കെ സൈഡിൽ കട്ട് ചെയ്തിട്ടുള്ള ഇതുണ്ട്. അതിവിടെ കട്ട് ചെയ്യുന്നതല്ല, ഓൾറെഡി നേരത്തെ പുതിയ ഷൂട്ടുകളൊക്കെ വരാൻ വേണ്ടിയിട്ട് ആദ്യം കട്ട് ചെയ്യുന്നതാണ്. ഇതുപോലത്തെ ബുഷിപ്പോട്ടൊക്കെ തന്നെ നോക്കുന്നുണ്ട്, മിക്കവാറും ചെടികളുടെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടാവും. അത് ഉള്ളിൽ നിന്ന് അന്നേരം കട്ട് ചെയ്യുന്നില്ല, നേരത്തെ കട്ട് ചെയ്തിട്ടാണ് ഈ പുതിയ ഷൂട്ടുകളൊക്കെ വരുന്നത്. അപ്പം പലർക്കും അതൊരു അവർ വിചാരിക്കുന്നത് ഇവിടുന്ന് കട്ട് ചെയ്യുന്നതാണ്. കാരണം ഇതൊക്കെ തന്നെ ഇങ്ങനത്തെ ബുഷിപ്പോട്ടുകൾ പല വീടുകളിൽ നിന്നാണ് ഇവിടേക്ക് വരുന്നത്. അപ്പം ആരും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളിവിടെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പം 3ഉം ഒരേപോലത്തെ ചെടിയാണെങ്കിലും ചിലതിൽ ഷൂട്ടായിരിക്കും കൂടുതൽ, ചിലതിൽ ഇലകളായിരിക്കും കൂടുതൽ. പിന്നെ ഓരോ ചെടിക്കും ഓരോ തരമായിരിക്കും അതിൻ്റെ ഷേപ്പും എല്ലാം. ഇപ്പം നമ്മൾ 3 ചട്ടിയിൽ ഒരേപോലെ വെച്ച ചെടിയാണെങ്കിലും കൂടി 3 രീതിക്കായിരിക്കും വളരുക. അപ്പോൾ അത് ഒന്ന് റിപ്പോർട്ട് ചെയ്തൊരു ചെടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വേരൊക്കെ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസത്തെ അതേപോലെയാണ്. പിന്നെ ഇതിൻ്റെ വേരുകളായാലും ഇങ്ങനെ തന്നെയാണ്. 3 ചെടിക്കും 3 തരത്തിലായിരിക്കും വേരുകളൊക്കെ ഉണ്ടാവുക. നമ്മൾ ഉള്ളിൽ എങ്ങനെയാണ് വളരുന്നതൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ ഈ പുറത്ത് ചെടികൾ ഇങ്ങനെ ബുഷായിട്ട് നിൽക്കുന്നത് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഇതിനെ അന്നത്തെ പോലെ തന്നെ കഴുകിയെടുക്കണം. കണ്ടോ, നല്ല വെയിറ്റ് ഉണ്ട് അതിൻ്റെ. ഇതിൽ മണ്ണിനേക്കാളും കൂടുതൽ ഇതിലൊക്കെ ഇപ്പോൾ വേരാണുള്ളത്. പിന്നെ നമ്മൾ രണ്ടാമത് റിപ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ ചിലതിലൊക്കെ നമ്മൾ കുറച്ച് വേര് അടിയിൽ നിന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കും. അങ്ങനെയൊക്കെയാണ് രണ്ടാമത്തെ റിപ്പോർട്ടിങ്. ഓരോ റിപ്പോർട്ട് ചെയ്യുമ്പോഴും കുറച്ചിൻ്റെ ഏറ്റവും അടിവശത്തെ വേരൊക്കെ കട്ട് ചെയ്യലുണ്ട്. ഇതൊക്കെ കട്ട് ചെയ്യാനായിട്ടുണ്ട്, പക്ഷേ ഇത് കട്ട് ചെയ്തിട്ടില്ല. ഇന്ന് പരമാവധി മണ്ണൊക്കെ പോക്കി, എന്നാലും അതിൻ്റെ മുകൾ വശത്തൊക്കെ വീണ്ടും മണ്ണുണ്ടാവും കേട്ടോ. നമുക്ക് ഇത് അധികം മണ്ണ് പോക്കിയില്ലെങ്കിൽ ഇത് നമ്മൾ പുതിയ ചട്ടിയിലേക്ക് വെക്കുമ്പം അതിന് വലിയൊരു ക്ഷീണമൊന്നും വരില്ല. മറ്റേത് നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ ചെടിയൊക്കെ പറിച്ച് വീണ്ടും വേറൊരു സ്ഥലത്ത് നടുമ്പം ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേ അതൊന്ന് ആ ഒരു മണ്ണൊക്കെ ആയിട്ടൊന്ന് സെറ്റാവുള്ളൂ. അപ്പോൾ അധികം മണ്ണൊന്നും പോക്കിയില്ലെങ്കിൽ അതിന് വലിയൊരു ക്ഷീണമൊന്നും വരില്ല. അപ്പം ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്ന് ചെടികൾ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോഴിക്കോട് തിരുവമ്പാടിയിൽ തമ്പലമണ്ണയിൽ അത്തിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വിളിച്ചാൽ മതി, കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഓരോരോ സുന്ദരികളെയും കുളിപ്പിച്ച് കൊണ്ടുവെക്കുക കേട്ടോ. അപ്പം അല്ലേ, ഇതുപോലത്തെ ചെടികളാണ് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ ഇത് കാണിച്ചിട്ട് വേറെ ചെടികളൊന്നും അല്ല കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ ലാസ്റ്റ് സുന്ദരിയാണ്, കണ്ടില്ലേ, അടിപൊളി. അപ്പം ഇതുപോലത്തെ ചെടികൾ ആർക്കെങ്കിലും ഇനിയും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഇതിങ്ങനത്തെ ചെടികളൊക്കെ ഇപ്പം കൊറിയറായിട്ട് കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടില്ലേ, കൊറിയറായിട്ട് അയക്കുന്നത്. ഇതിപ്പോൾ കാണാം, ഫുള്ള് വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. അപ്പം ആദ്യമൊക്കെയാണ് നമുക്ക് വലിയ ബുഷിപ്പോട്ട് കുറച്ച് പാടാണ് അയക്കാനും. ഇതിന് മണ്ണൊക്കെ പോക്കി, കാരണം ഇതിൻ്റെ അത്യാവശ്യം വെയിറ്റും ഉണ്ടാവും. അയക്കുന്നത് DTDCയും പ്രൊഫഷണലും
പോസ്റ്റ് വഴിയൊക്കെയാണ്. കൊറിയർ ചാർജ് കുറച്ച് കൂടും ഇതുപോലത്തെ ബുഷിയാകുമ്പോൾ, കാരണം മണ്ണിൻ്റെ ഇതിനൊക്കെ വെയിറ്റ് ഉണ്ടാവും. കണ്ടില്ലേ, ഇതുപോലെ നല്ല അത്യാവശ്യം നല്ല ബുഷിയായിട്ട് നിൽക്കുമ്പോൾ കൊറിയർ ചാർജ് കൂടും. ഇപ്പോഴും നേരത്തെ കൊറിയർ ചാർജ് കൊടുക്കാനുള്ള കുറച്ച് പേരൊക്കെ ഉണ്ട്. എല്ലാവരും ബാക്കിയുള്ളവർ കൊടുക്കണം. കാരണം കൊറിയർ നമ്മൾ ചെയ്യണമെങ്കിൽ അവർ ആ പൈസ അവർക്ക് കൊടുത്താൽ മാത്രമേ അവർ ഇവിടുന്ന് ചെടി കൊണ്ടുപോകുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ലിപ്പ് ഇട്ട് തരുമ്പോൾ അറിയാമല്ലോ, നമ്മൾ എഴുതുന്നതല്ല ഇത്. DTDCക്കാർ നമ്മൾ ഏത് വഴിയാണ് കൊടുക്കുന്നത് വെച്ചാൽ അവരാണ് ഇത് വെയിറ്റൊക്കെ നോക്കിയിട്ട് അതിൻ്റെ കൊറിയർ ചാർജ് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കി കൊടുക്കാനുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് കൊടുക്കണം. അപ്പോൾ അതാ ഇതിൻ്റെ ബാക്കി പാക്കിംഗ് ഒക്കെ ഞങ്ങൾ കടയിൽ നിന്നാണ് കേട്ടോ. ഇനി ഇതിനെ ഇന്നിപ്പം ഈ 4 ചെടികളും ശശികലേച്ചി തന്നെ കൊണ്ടുപോകണം. എനിക്കിന്ന് അമ്പലത്തിലൊക്കെ പോകാനുള്ള ഞാൻ ലേശം ലേറ്റാണ്. അപ്പോൾ എന്തായാലും ശശികലേച്ചി കൊണ്ടുപോകാമെന്ന് പറഞ്ഞേ. അപ്പോൾ അതാ നമ്മളെ ഓരോന്നിനെ ബിഗ് ഷോപ്പറിലൊക്കെ ആക്കി. അപ്പോൾ അതാ നോക്കിക്കേ, ഇതൊക്കെ എന്ത് ഭംഗിയാന്ന്. എല്ലാം നല്ല അടിപൊളി ബുഷിപ്പോട്ടുകളാട്ടോ. അപ്പോൾ അതാ ഇത് ബോക്സറിനൊക്കെ കുറച്ച് അങ്ങനെ ഉയരം വെച്ച ടൈപ്പ് അങ്ങനത്തെ ബോക്സറുകളാണ്. അപ്പോൾ അതാ ഇനി നമ്മളെ വണ്ടിയിലേക്ക് വെക്കാൻ പോവുകയാണ്. ഇവിടുന്ന് പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക്, കാരണം ഇത് വളവും തിരുവൊക്കെ ഉള്ള കുറച്ച് റോഡൊക്കെ ഉണ്ട്. അപ്പം വണ്ടി കൊണ്ടുപോകാൻ ലേശം, പിന്നെ ആണുങ്ങളെ കൊണ്ടുവന്നാൽ നമുക്ക് അത്ര അങ്ങോട്ട് ലേശം പ്രയാസമാണ്. പിന്നെ ശശികലേച്ചിക്ക് ഇത് കൊണ്ടുപോയി എക്സ്പീരിയൻസ് ആട്ടോ. ഒരു സൈഡിലും തൂക്കിയിടും, ബാക്കിയൊക്കെ ഫ്രണ്ടിലും വെക്കും. അപ്പം ഇന്ന് ഞാൻ നേരെ കടയിലേക്കാണ് ഞാൻ കൊണ്ടുവരുന്നു. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വരാനുള്ളതുകൊണ്ട് ശശികലേച്ചി പറഞ്ഞ് ഞാൻ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ അതാ നമ്മളെ സുന്ദരികളൊക്കെ പോവുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലത്തെയൊക്കെ സുന്ദരികളെ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക. ഇത് പുതിയ ചെടികൾ വീണ്ടും വന്നതാട്ടോ. ഇനിയും കുറച്ച് ചെടികളൂടെയൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക. ചിലപ്പോൾ ഇപ്പോൾ നമ്മളിത് വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാലും ഓർഡറൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം കഴിഞ്ഞു പോവുകയും ചെയ്യും. കുറച്ച് പേരൊക്കെ പോട്ടി മിക്സ് ഒക്കെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേയും പോട്ടി മിക്സ് ഒക്കെ പറഞ്ഞാണ്. ഇതിൽ ചാണപ്പൊടിയും മണൽ, കരിയില ഇത് മാത്രമാണ് ഇടുന്നത്. പിന്നെ ചട്ടിയൊക്കെ നമ്മൾ മാറ്റി കൊടുക്കണം കേട്ടോ. ചെറിയ ചട്ടിയിലാണ് ആദ്യം വെച്ചെങ്കിൽ അടുത്തത് ഇവിടെ തന്നെ ഇപ്പം ചട്ടികൾ കണ്ടില്ലേ, വലുപ്പത്തിൻ്റെ വ്യത്യാസങ്ങൾ. നമ്മൾ ഇനിയും കൂടുതൽ ഷൂട്ടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ വലിയ ചട്ടിയിലേക്ക് കുറച്ചൊന്ന് ബുഷിയായി തോന്നുമ്പോൾ അടുത്ത വലുപ്പമുള്ള ചട്ടിയിലേക്ക് മാറ്റുക. പിന്നെയും ആ മാറ്റുമ്പോഴൊക്കെ നമ്മൾ ചാണപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം ഇട്ട് പിന്നെ അതിനെ വെള്ളം മാത്രമൊന്നും കൊടുത്താൽ പോരാ. ഇടയ്ക്കിടയ്ക്ക് ചാണപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ വെള്ളം അടിയിൽ കെട്ടി കിടക്കാതെ നോക്കണം. അത്യാവശ്യം ഇടയ്ക്ക് വെയിലൊക്കെ കൊള്ളിക്കുകയും വേണം. നല്ല വെയിലും പറ്റൂല, മഴയും പറ്റൂല. ഇതിനെ നമ്മൾ മക്കളെ കൊണ്ടെടുക്കുന്ന ആരും എങ്ങനെ കൊണ്ടെടുക്കണം. അപ്പോൾ അതാ ഈ സൈഡിലും ബിഗ് ഷോപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനെ ചെറുതായിട്ടൊന്ന് കെട്ടേണ്ടി വരും. അപ്പോൾ അതിനൊരു കെട്ടാനുള്ള എന്തെങ്കിലും ഒരു കഷ്ണമൊക്കെ എടുത്ത് വരാറുണ്ട്. അങ്ങനെ പോയതാണ്, കണ്ടില്ലേ. അപ്പം ഇതുപോലെ മെയിൻ റോഡ് സൈഡിലാട്ടോ വീട്. അപ്പം നമുക്ക് വന്ന് വാങ്ങാനാണെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല, കണ്ടുപിടിക്കാനൊന്നും. അപ്പം അല്ലാതെ ഞാൻ അയച്ചു തരേണ്ടവർക്കാണെങ്കിൽ ഇതൊക്കെ അയച്ചാട്ടം കൊടുക്കുന്നത്. ഇതിൻ്റെ ബോക്സ് ആക്കുന്ന വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് അതും കാണിച്ചു തരുന്നതാണ്. അപ്പം നേരിട്ട് വരാൻ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. കാരണം കോഴിക്കോട് തിരുവമ്പാടി കുറച്ച് ഉണ്ടല്ലോ. അടുത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വന്ന് മേടിക്കാം. ദൂരെ നിന്നൊക്കെ ഉള്ളവർക്കാകുമ്പോൾ എന്തായാലും ഇവിടെ വരെ വരിക എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വഴി വയനാട്ടിലേക്ക് പോകാനുള്ളവർക്ക് വരാം. അപ്പം ഇനി ഇതാ നമ്മളെ അടുത്ത സെക്ഷൻ ഇവിടെ കടയിൽ നിന്ന് പാക്കിംഗ് ആട്ടോ. ഇതിന് ഈ ബോക്സൊക്കെ, ഇതിന് പാകമുള്ള ബോക്സൊക്കെ നമ്മൾ വേറെ സ്ഥലത്തൊക്കെ പോയി വാങ്ങിക്കൊണ്ടുവരുന്നതാണ്. അപ്പം ഞങ്ങൾ ആദ്യം പാക്ക് ചെയ്യാൻ നേരം ജയരാജനില്ലായിരുന്നു. പിന്നെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എത്തി. ഇനി ഇത് ഇവിടുന്ന് പാക്ക് ചെയ്ത് DTDC ഇതെല്ലാം DTDC വഴിയാണ് പോകാനുള്ളത്. അപ്പോൾ അവിടെ കൊണ്ടെടുക്കണം. പിന്നെ തൂക്കം കൂടുതലുള്ളതിന് ചിലതിനൊന്നും ആ തൂക്കത്തിൻ്റെ ഒരു പൈസ തന്നെ അവർ വാങ്ങുള്ളൂ. നമ്മൾ ബോക്സിനൊക്കെ ഒരുപാട് നീളം കൂടുമ്പോഴും ഒക്കെയാണ് എക്സ്ട്രാ പൈസ വരുന്നത്. കണ്ടില്ലേ, ഇതിനൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ചെറിയ വെയിറ്റ് ഒന്നുമല്ല. ആ 2 ചെടിയോട് കൂടിയിട്ടുള്ളത് നല്ല വെയിറ്റാണ്. അപ്പോൾ ഇത് കൊണ്ടു കൊടുക്കണേ ഇപ്പോൾ 2 ആളും കൂടി തന്നെ പോകണം. അപ്പോൾ ഏതായാലും അവർ DTDCയിൽ കൊണ്ടു കൊടുക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് കൂടി പറയുക. ചെടി വാങ്ങിക്കാനുള്ളവരൊക്കെ വാട്സപ്പിൽ ശശികലേച്ചിൻ്റെ മെസ്സേജ് കൂടി പറയുക. അപ്പം സെപ്പറേറ്റ് വീഡിയോയും ഫോട്ടോ ഒക്കെ വേണ്ടവർക്ക് അങ്ങനെ ഇട്ട് തരുന്നതായിരിക്കും. അല്ലാതെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളിതിൽ കമൻറ്റ് കൂടി പറയണം. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.